Hey guys, welcome to our YouTube channel, The Art Lab. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ കോണ്ടന്റുമായിട്ടാണ് വന്നേക്കുന്നത് ഈ സ്റ്റേഷനറി ഹാൾ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റിക്കേഴ്സിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ ബാർബി ടൈപ്പ് ഉണ്ട്, കുറച്ച് കേക്ക്സിൻ്റെ ഉണ്ട്, ബട്ടർഫ്ലൈസ്, സ്റ്റാർസ്, ആൽഫബെറ്റ്സ്, കുറച്ച് ലണ്ടൻ ടൈപ്പ് തിങ്സ്. ഇതെല്ലാം നമ്മൾ ജേർണലിങ്ങിന് യൂസ് ചെയ്യുന്ന സ്റ്റിക്കേഴ്സ് സപ്ലൈസ് ആണ്. ഇത് കുറച്ച് എസ്തെറ്റിക് ആയിട്ട് വരുന്ന കുറച്ച് സ്റ്റിക്കേഴ്സ് ആണ്. ഇത് ജേർണലിംഗ് കിറ്റിൽ നിന്ന് നമ്മൾ എടുത്തതാണ്. ആ ഒരു ബ്ലൂബെറി ഒക്കെ കാണാൻ എന്ത് രസമല്ലേ. ഇത് ഞാൻ പിന്നെ ആമസോണിൽ നിന്ന് തന്നെ മേടിച്ച് 8 സ്റ്റിക്കർ പാക്ക് വരുന്ന ഒരു സെറ്റാണ്. ₹120 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് ഓരോ കളർ തീമിലാണ് വരുന്നത്. അങ്ങനെ 8 കളർ തീമിലുള്ള ഒരു സ്റ്റിക്കർ പാക്കാണിത്. ഇത് ജേർണലിംഗ് ചെയ്യുന്നവർക്ക് ഭയങ്കര യൂസ്ഫുള്ളുമാണ്. ഇതിൻ്റെ ഒരു യെല്ലോ സെറ്റിൽ നിന്നാണ് അന്ന് നമ്മൾ ഒക്ടോബറിലെ ജേർണലിങ്ങിന് എടുത്തത്. അടുത്ത സ്റ്റിക്കേഴ്സ് വരുന്നത് കുറച്ച് ബാർബി തീമിലും കാർട്ടൂൺ തീമിലുമാണ്. മിക്കി മൗസ്, സോഫിയ, എലിഫൻസ്, ആനിമൽസ്, ആൽഫബെറ്റ്സ്, പാണ്ടാസ്, ആനിമീസ്, കാർട്ടൂൺ. ഇത് കുറച്ച് വരുന്ന ബിഗ് സൈസ് ഷീറ്റ്സ് ആണ്. ഇത് ടോട്ടൽ 5 ഷീറ്റാണുള്ളത്. ഇത് വേണമെങ്കിൽ വാൾ പോസ്റ്ററായിട്ട് ഉപയോഗിക്കാം. ആൻഡ് നെക്സ്റ്റ് വരുന്ന അതിലും കുറച്ചുകൂടെ സ്മോൾ സൈസിലുള്ള ഷീറ്റ്സ് ആണ്. ഇത് കുറച്ചുകൂടെ ട്രാൻസ്പെറൻറ്റും കൂടാണ്. ഇതും ജേർണൽ കിറ്റിൽ നിന്നുള്ള സപ്ലൈസാണ്. ഇനിയും കുറച്ച് കാർഡ്സ് ആണ്. ബട്ടർഫ്ലൈ, സ്ട്രോബെറി, അങ്ങനെ പല തീമിലായിട്ടാണ് ഇത് വരുന്നത്. ഇതും ജേർണൽ കിറ്റിൽ നിന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്ന കുറച്ച് കാർഡ്സ് ആണ്, മെമ്മോ കാർഡ്സ്. ഇത് ഈ ജേർണലിങ്ങിനൊക്കെ പറ്റിയ തീമാണ് എസ്തെറ്റിക് വിൻറ്റേജ് ടൈപ്പ്. ഇത് കുറച്ചുകൂടെ ലോങ് ടൈപ്പാണ്. പിന്നെ ടു ഡു ലിസ്റ്റ്. ഇപ്പം 3 ടൈപ്പിലാണ് ഈ കാർഡ്സ് വരുന്നത്. നെക്സ്റ്റ് വന്നേക്കുന്ന ഈ ലെറ്റേഴ്സൊക്കെ ഇട്ട് വെക്കുന്ന ഒരു പാക്കേജ് പോലത്തെ കാർഡ്സ് ആണ്. ഇത് ഈ ജേർണലിങ്ങിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ നമ്മൾ കൊടുക്കും മെയിനായിട്ട്. പിന്നെ വരുന്നത് കുറച്ച് ലോങ് കാർഡ്സ് പോലാണ്. ഇത് സ്ക്രാച്ച് ചെയ്തിട്ട് നമുക്ക് കീറിയെ എടുക്കാം കേട്ടോ. ഇതാണ് നമ്മൾ നമ്മുടെ ഒക്ടോബർ ജേർണലിങ്ങിന് കൊടുത്തേക്കുന്നത്. അടുത്ത വരുന്ന കുറച്ച് സ്മോൾ സൈസ്ഡ് കാർഡ്സ് ആണ്. ഹോൾസ് ഇട്ട് നമുക്ക് ടാഗ് ആയിട്ട് ഇത് യൂസ് ചെയ്യാം. ഇത് മൊത്തം സ്ക്രാച്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്, ഒരു ഫ്രെയിം പോലെ. ഇത് പല സൈസിലും ഷേപ്പിലും പല തീമിലാണ് വരുന്നത്. ഒക്ടോബർ ജേർണലിൽ നമ്മൾ ഇതിലെ ഒരെണ്ണം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു ഒരു സെൻറ്ററിൽ. ഇതെല്ലാം സ്ക്രാച്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. അടുത്ത വരുന്ന കുറച്ച് വാഷി ടേപ്സ് ആണ്. ഇത് മൊത്തം എസ്തെറ്റിക് തീമിൽ വരുന്ന കുറച്ച് വാഷി ടേപ്സ് ആണ്. മൊത്തം പേസ്റ്റൽ കളേഴ്സുമാണ്. ഇത് കുറച്ച് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള വാഷി ടേപ്സ് ആണ്. ഇത് കുറച്ച് റിബൺസ് ആണ് വരുന്നത്. അടുത്തത് വരുന്ന കുറച്ച് ഗിൽറ്റേഴ്സ് ആണ്. ഇത് പൗഡർ ഫോമിലെ ഗിൽറ്റേഴ്സ് ആണ്. ഇത് പല കളേഴ്സ് വരുന്നുണ്ട്. നെക്സ്റ്റ് കുറച്ച് സ്റ്റാർ ഷേപ്ഡ് ആയിട്ടുള്ള ഗിൽറ്റേഴ്സ് ആണ്. ഇതും കുറേ കളേഴ്സ് ഉണ്ട്. ഗ്രീൻ, ഗോൾഡൻ, ബ്ലൂ, പർപ്പിൾ. പിന്നെ ഇത് കുറച്ച് ലിക്വിഡ് ഫോമിൽ ഗിൽറ്റർ ഗ്ലൂ ആയിട്ട് മിക്സ്ഡ് ആയിട്ടുള്ളതാണ്. ഇത് നമ്മൾ ഒക്ടോബർ ജേർണലിന് യൂസ് ചെയ്തിട്ടുള്ളായിരുന്നു, പൗഡർ ഫോം. ഇതും അതുപോലെ കുറച്ച് ബീഡ്സും കാര്യങ്ങളൊക്കെയാണ്.
അടുത്തത് വരുന്ന കുറച്ച് ഇറേസേഴ്സിൻ്റെ ഒരു കളക്ഷനാണ്. ഇതിപ്പോൾ പല ടൈപ്പ് ബോളിൻ്റെ കളക്ഷനാണ്. ഫുട്ബോളൊക്കെ നിങ്ങൾ ഭയങ്കര ഫെമിലിയർ ആയിരിക്കും. അടുത്തത് വരുന്നത് ഒരു ലിപ്സ്റ്റിക് ഷേപ്ഡ് റബ്ബറാണ്. ഇതൊരു ടയർ ഷേപ്ഡ് ആണ്, ഡോംസിൻ്റെ ആണ്. ഇതും ഡോംസിൻ്റെയാ. അടുത്തത് വരുന്ന ഒരു ക്യൂട്ട് ബാഗാണ്. ഇതൊക്കെ ഇറേസേഴ്സ് ആണെന്ന് പോലും പറയത്തില്ല, അത്രയ്ക്ക് ക്യൂട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 3 മേടിച്ചിട്ടുണ്ട്. അടുത്തത് ഒരു ക്യൂട്ട് മിനി ബാഗാണ്. അടുത്തത് വരുന്ന ഒരു ബണ്ണിയാണ്, ഒരു മിക്കി മൗസ്. ഇത് മൊത്തം ഷാർപ്നേഴ്സ് ആണ്, ഗ്ലോബിൻ്റെ ഷാർപ്നറാണ്. നെക്സ്റ്റ് ഡോംസിൻ്റെ ആണ്. നെക്സ്റ്റ് കുഞ്ഞ് ഡക്സ് ആണ്. പിന്നെ കുറച്ച് ഫ്രോഗ്സിൻ്റെ ആണിത്. പിന്നെ യൂണിക്കോൺ. പിന്നെ നെക്സ്റ്റ് വരുന്ന പെൻ ആൻഡ് പെൻസിൽ കളക്ഷൻ ആണ്. ഇതൊരു സ്വാൻ്റെ ഷേപ്പാണ്. യൂണിക്കോൺസ്. ഇത് ഹലോ കിറ്റിയുടെ ആണ്. ഇത് യൂണിക്കോൺ തന്നെയാണ്, ഗിൽറ്റർ ഉണ്ട്. ഇത് ഒത്തിരി വർഷമായിട്ട് ഞങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊരു പൈനാപ്പിളാണ്. ഫിഷ്. യൂണിക്കോൺ, ഹലോ കിറ്റി. പിന്നെ ഇത് എല്ലാവരുടെയും മിക്കവാറും കാണുന്ന ഒരു ടൈപ്പ് പെന്നാണ്. പിന്നെ അതിൻ്റെ ആ ബോൾ കറക്കാനും പറ്റും. ഇത് ഗിൽറ്ററാണ്, ആ ഒരു ടോപ്പ് പാർട്ടിൽ. പിന്നെ യൂണിക്കോൺ. ഇത് പല പല ഇങ്കാണ് കേട്ടോ, ഓരോന്ന് തീരുമ്പോൾ നെക്സ്റ്റ് വന്നുകൊണ്ടിരിക്കും. യൂണിക്കോൺ. ഇതൊരു BTSൻ്റെ പെന്നാണ്. നമുക്ക് വീശാനും പറ്റും ചൂടെടുക്കുമ്പോൾ. പിന്നെ ഇത് ഈ ടൈം കാണിക്കുന്ന ഒരു സാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു സാൻഡ് ക്ലോക്ക് ഇല്ലേ, അതാണ്. ഇത് യൂണിക്കോൺ ആണ്. ഇതും ഉണ്ട്, ഒരു ലിക്വിഡായിട്ട് ഗിൽറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നു. അയൺ മാൻ. ഇത് BTSൻ്റെ ആണ്. അപ്പോൾ ആരെങ്കിലും BTS ആർമി ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് സിനമൺ റോളിൻ്റെ ആണ്. ഇത് ആ ഒരു സെയിം ടൈപ്പ് മൈ മെലഡിയുടെ. ഇതിൻ്റെയൊക്കെ ക്യൂട്ട്നെസ് കണ്ടിട്ട് എഴുതാൻ പോലും തോന്നത്തില്ല. ഇത് കണ്ടോ, ഐയുടെ ആ ഒരു സ്പ്രിങ് ആയിട്ടൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇത് സിസേഴ്സ് ആണ്. വെച്ച് പേപ്പറൊക്കെ കട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ സ്റ്റേഷനറി ഹോൾ. അപ്പോൾ ഗൈസ്, please do share, subscribe and like our channel.